യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവസാനം എന്റെ തന്നെ എത്തിച്ചേർന്നല്ല, തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. കരയരുത്. ഇല്ല, താൻ എവിടെയായിരുന്നു? തനിക്ക് എന്താ പറ്റിയത്? ഓർമ്മ വരുമ്പോ ഒരു ആദിവാസി കുടിലായിരുന്നു ഞാൻ. എത്ര ദിവസം അവിടെ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. അവരെ എന്നെ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ നിന്ന് എന്നെ അവര് കണ്ടെത്തിയതും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും. ഞാൻ അവരുടെ മകളാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് മറുത്തൊന്നും പറയാൻ പറ്റിയില്ല. അവരുടെ കയ്യില് എന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ അവരുദ്ദേശിച്ച ആളല്ലെന്ന് എനിക്ക് പറയാൻ പറ്റാതെ പോയത് എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയേ ഇല്ലായിരുന്നല്ലോ. അവരുടെ കൂടെ അവരുടെ മകളായി ഞാൻ ആ വീട്ടിൽ ചെന്നു. അവിടെ അവരുടെ ഭർത്താവും 2 മക്കളും ഉണ്ടായിരുന്നു. ആദ്യത്തെ കുറെ ദിവസം എന്നോട് വളരെ മോശമായിട്ടാ അയാളും മക്കളും പെരുമാറിയത്. അവരുടെ അമ്മയ്ക്ക് അവിഹിതമായി പിറന്ന ജാരസന്തതി എന്ന പേരിൽ അവരെന്നെ ചീത്ത വിളിച്ചോണ്ടേയിരുന്നു. പതിയെ ആ പെൺകുട്ടി എന്നോട് നന്നായി പെരുമാറാൻ തുടങ്ങി. ആ സ്ഥലവും വീടും വിൽക്കാൻ എന്റെ സമ്മതപത്രം വേണമായിരുന്നു അവർക്ക്. പക്ഷെ അതിനൊരിക്കലും അമ്മ സമ്മതിച്ചില്ല. അവരാരാണെന്ന് തനിക്ക് മനസ്സിലായോ? അവരെ മാത്രമല്ല, എന്നെ തേടി വന്ന ആ റാണി ആരാണെന്ന് മനസ്സിലായി. എന്റെ ഹാഫ് സിസ്റ്റർ. അച്ഛനമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ബന്ധത്തിലെ മകൾ. എന്നെ പോലെ തന്നെയുള്ള എന്റെ അപര. അതെ, അത്ഭുതകരമായ ആ സാമ്യം കൊണ്ടാണ് അവള് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയത്. ആ സ്ത്രീ തന്നെ മകളാണെന്ന് തെറ്റിദ്ധരിച്ച പോലെ ഞങ്ങളും റാണി താൻ തന്നെയാണെന്ന് കരുതി. അച്ഛമ്മയും അമ്മയും ഞാനും അടക്കം എല്ലാവരും. റാണിയുടെ സ്വഭാവത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ആദ്യം പറഞ്ഞത് വസന്തനങ്ങള്. തന്നോടുള്ള സ്നേഹം കൊണ്ട് അത് വിശ്വസിക്കാൻ ഞങ്ങൾക്കാർക്കും തോന്നിയതുമില്ല. എല്ലാവരും വിശ്വസിച്ചത് അപകടത്തിന്റെ ഷോക്കിൽ തനിക്കെന്തോ പറ്റിയെന്ന്. ശബ്ദത്തിലടക്കം വന്ന മാറ്റം അങ്ങനെയാണെന്ന് വിശ്വസിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞു. ആ തക്കം അവൾ ശരിക്കും ഉപയോഗിച്ചു. വീട്ടിലെ എല്ലാവരെയും പരസ്പരം തെറ്റിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്തു. അച്ഛമ്മയെ കൊല്ലാൻ വരെ ശ്രമിച്ചു. എന്നിട്ട് അപ്പോഴേക്കും ഭാഗ്യം നമ്മുടെ കൂടെ നിന്നു. പതിയെ പതിയെ എനിക്കും അവളിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. കൂട്ടത്തി അരുണുമാൻറ്റിക്കും. അമ്മ എന്താ പറഞ്ഞേ? അമ്മമാരുടെ മനസ്സല്ലടോ. നൊന്തുപെറ്റ കുഞ്ഞിന്റെ അടുത്ത് വരുമ്പോ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ഫീലും റാണിയുടെ അടുത്തെത്തുമ്പോ ആന്റിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് പറയാനും പറ്റാത്ത വിധം അവള് താൻ തന്നെയായിട്ട് അഭിനയിക്കായിരുന്നു. എന്നോട് താൻ പൊറുക്കണം പൂജ. തന്റെ സ്ഥാനത്ത് വേറൊരുത്തിയെ കുറച്ചു ദിവസത്തേക്കാണെങ്കിലും നമ്മുടെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചതിന്, അങ്ങനെ ഒരു മഹാപാപം ചെയ്തതിന് താൻ എനിക്ക് മാപ്പത. അങ്ങനൊന്നും പറയല്ല ചേട്ടാ. ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ടും നിങ്ങളെ ആരെയും ഓർമ്മയില്ലാതെ കഴിയേണ്ടി വന്നല്ലോ എനിക്ക്. എന്റേതല്ലാത്ത ഒരു അമ്മയുടെ മകളായി ജീവിക്കേണ്ടി വന്നില്ലേ? ഒരുപക്ഷെ ഇതൊക്കെ ഞാൻ അനുഭവിക്കണമായിരിക്കും. മുൻജന്മത്തിൽ അത്രയേറെ പാപം ചെയ്തവളായിരിക്കും ഞാൻ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിച്ചതുകൊണ്ടാ ഇപ്പൊ ഞാൻ ജീവനോടെ
അജുവേട്ടനരികിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ അമ്മയുടെ ഭർത്താവും മകനും ചേർന്ന് എന്നെ ഇല്ലാതാക്കിയനെ. ഇതിന്റെയൊക്കെ പിന്നിൽ ആ കമ്മീഷണർ ആയിരിക്കും അല്ലേ? എന്താ സംശയം? ആക്സിഡന്റ് നടന്നിടത്തുനിന്ന് തന്നെ കിട്ടിയില്ല എന്ന് മനസ്സിലായപ്പോ അവര് കണ്ടെത്തിയ മാർഗമായിരുന്നു അത്. അവളിലൂടെ അയാളുടെ പ്രതികാരം തീർക്കാൻ. അതിനുള്ള വഴികൾ ഓരോന്നായിട്ട് അവൾ നോക്കുകയായിരുന്നു. അച്ഛനെ ഇല്ലാതാക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അതെ, അത് തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യവും. പക്ഷേ സംഭവിച്ചില്ല എന്ന് മാത്രം. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് അജുവേട്ടനെ അടുത്തെത്താൻ കഴിഞ്ഞല്ലോ. അജുവേട്ടാ, എനിക്ക് അച്ഛനെ കാണണം. കാണാം. പക്ഷേ അതിനു മുമ്പ് തന്റെ മുന്നിൽ വെച്ച് അവളെ എനിക്കൊന്ന് പൊളിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് അച്ഛനെ കാണാൻ പോവാം. ആദ്യം അച്ഛനെ കാണണം അജുവേട്ടാ, ഇന്ന് തന്നെ കാണണം. അതിനുശേഷം അമ്മ, പിന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളെ. അച്ഛാ, അച്ഛാ, അച്ഛൻ ഉറങ്ങാണെന്ന് തോന്നുന്നു. നമുക്ക് പുറത്ത് കാത്തിരിക്കാം ചേട്ടാ. ആ, മരുന്നിന്റെ സെഡേഷന് വിളിച്ചോളൂ, ഉണർന്നോളൂ. വിളിക്കും. അച്ഛാ, അച്ഛാ, അയ്യോ വേണ്ട അച്ഛാ, കിടന്നോളൂ. മോൾ ഒരുപാട് അനുഭവിച്ചു അല്ലേ? അതൊന്നും സാരമില്ല അച്ഛാ. എല്ലാം എന്റെ തെറ്റാ മോളെ. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിച്ചത് നിങ്ങളാ. അച്ഛനോട് പൊറുക്കും മോളെ. അങ്ങനൊന്നും പറയില്ല അച്ഛാ. അച്ഛൻ പറഞ്ഞതാ മോളെ ശരി. 3 വയസ്സ് മുതൽ എന്റെ കുട്ടി അനുഭവിക്കാൻ തുടങ്ങിയതാ. ഓരോ തവണയും എല്ലാം ശരിയായി എന്ന് കരുതുമ്പോഴും വീണ്ടും വീണ്ടും ശത്രുവിന് നേരെ ചാടാൻ പാകത്തിന് ഇരുട്ടത്ത് പതിയിരിക്കുന്ന കരിമ്പൂച്ചയെ പോലെയാണ് ഞാൻ ചെയ്ത പാപഫലം. ഏത് സമയത്താണ് ദേഹത്ത് പതിക്കുകയെന്ന് നിശ്ചയില്ല. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നുമില്ല. എന്തിന് ഉപേക്ഷിച്ചു എന്ന് അച്ഛൻ കരുതുന്ന ആ അമ്മ പോലും അച്ഛനെ കുറിച്ചൊരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല. അല്ല, മോക്കതെങ്ങനെ അറിയാം? ഞാൻ ആ അമ്മയുടെ കൂടെയായിരുന്നു കുറച്ചു ദിവസം. അവരുടെ മകളാണെന്ന് കരുതി അവരെ എന്നെ ആശുപത്രിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയേ. ഈശ്വര, ഇത് എത്ര വിചിത്രമാണ്. അവര് ശപിക്കുന്നത് പിൽക്കാലത്ത് അവർക്കുണ്ടായ ജീവിതത്തെ പറ്റി അച്ഛാ. റാണിയെ ആദ്യം കൊന്നുകളയാൻ പറഞ്ഞത് ആ കമ്മീഷണർ തന്നെയാ. പക്ഷേ അതിനെ ഏൽപ്പിച്ച ആള് അവളെ വളർത്തി. 10 വയസ്സായപ്പോ അയാളുടെ ഉപദ്രവം ഭയന്ന് അവൾ ഓടി ഒളിച്ചു. പിന്നീട് സീതമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൂടെയായിരുന്നു. അവളെ കണ്ടെത്തിയതും അവളിലേക്ക് അങ്കിളിനോടും നമ്മുടെ കുടുംബത്തോടുമുള്ള പക കുത്തിവെച്ചതും കമ്മീഷണറാണ്. വലിയ തുകയുടെ പ്രലോഭനം കൂടിയായപ്പോ റാണി പൂജയെ പോലെ തന്നെ അഭിനയിച്ചു. അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കാത്ത നമ്മൾ അത് അംഗീകരിച്ചു. അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ ഭഗവാനെ. ഇല്ലെങ്കിലേ കുറച്ചുകൂടി തെളിയാനുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നിയമത്തിന് അതിൻ്റെതായ വഴികളുണ്ടല്ലോ. റാണിക്കെതിരെയുള്ള അറസ്റ്റ് മൂവ് ചെയ്യാൻ പോവാ. അതിനു മുമ്പ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് അവളെ കൊണ്ട് തന്നെ അവൾ പൂജയല്ലെന്ന് പറയിപ്പിക്കണം. അമ്മ എവിടെ അച്ഛാ? ഫാർമസിയിലേക്ക് പോയിരിക്കുക. എനിക്ക് അമ്മയെ കാണാൻ ധൃതിയായി. മോളെ ചെല്ല്. അവളിപ്പോ ഓരോ നിമിഷവും കാത്തിരിക്കുന്നത് മോളുടെ വരവ് കാത്തിട്ട. ചെല്ലു മോളെ. ഞാനും പുറത്തുണ്ടെങ്കിലേ. മോളെ, പൂജയുടെ സ്ഥാനത്ത് നിന്ന് റാണി നിങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചു.
എന്നെ അരുണിമയെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചു. ധാരാളം തെറ്റുകൾ ചെയ്തു. അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടണം. പക്ഷേ തെറ്റുകൾക്ക് മാതൃകാപരമായ ശിക്ഷ അവൾക്ക് നേടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളോട് നിങ്ങൾ പൊറുക്കണം. അവൾക്ക് ജന്മം കൊടുത്തുപോയ ഒരച്ഛന്റെ അപേക്ഷയാ. ഒരു കാലത്ത് അവളെല്ലാം മനസ്സിലാക്കി പശ്ചാത്തപിക്കും. എനിക്ക് ഉറപ്പുണ്ടച്ചാ. മരിക്കുന്നതിന് മുമ്പ് അതുകൂടെ കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യം. പക്ഷേ ദൈവം എന്റെ നേർക്ക് അത്രയും കരുണയുള്ളവനല്ല. നിങ്ങളെ ചെല്ലും മക്കളെ, ചെന്നരുണിമയെ കാണാൻ.